ഹായ് ഗൈസ്, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു സ്കൂട്ടറിൻ്റെ റിവ്യൂ ആണ്. ഈ വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ള കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1,267 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. വെറും 3.5 വർഷം കൊണ്ടാണ് ഈ വണ്ടി 1,267 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഈ 1,00,000 കിലോമീറ്റർ ഓടിയ ആക്സസ് ന്യൂ മോഡൽ വണ്ടീനെ കുറിച്ച് ഇപ്പോൾ റിവ്യൂ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ, മോസ്റ്റ്ലി ആക്സസ് ഈ മോഡൽ വണ്ടികൾ ഒരു 30,000, 40,000, 45,000 ആ കിലോമീറ്റർ റേഞ്ചിൽ തന്നെ ആവറേജ് 30,000 ഒരു 20,000 കിലോമീറ്ററിൽ തന്നെ എൻജിൻ കംപ്ലയിൻറ്റ്സ് കുറേ വന്നിട്ടുള്ള വണ്ടികളുണ്ട്. അത് ഇപ്പം ഞാൻ വെറുതെ പറയല്ല, ഇത് നമുക്ക് ഓട്ടോമൊബൈൽ ഫീൽഡ് തന്നെ ആയതുകൊണ്ട് നമ്മൾ റിലേറ്റഡായിട്ട് കുറേ മെക്കാനിക്സിൻ്റെ ഫീഡ്ബാക്കും അതേപോലെ കുറേ ഇൻഡസ്ട്രികളുടെ അവരെ ഒരു അഭിപ്രായങ്ങൾ വെച്ച് അവരെ ഒരു അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. എന്താണെങ്കിൽ ഒരു മോസ്റ്റ്ലി 30,000, 35,000 ആ ഒരു റേഞ്ചിൽ തന്നെ കംപ്ലയിൻറ്റ്സ് കൂടുതൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് 50,000 ഓടിയ വണ്ടികളുണ്ട്, 60,000, 80,000 ഓടിയ വണ്ടികളൊക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയില്ല. പക്ഷേ ഈ മോഡൽ വണ്ടികൾ കൂടുതലും ഒരു 30,000, 35,000 ആ കിലോമീറ്റർ റേഞ്ചിൽ കംപ്ലയിൻറ്റ്സ് എൻജിൻ കംപ്ലയിൻറ്റ്സ് വരാനുള്ള കൂടുതൽ ചാൻസസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ്? ഇതിപ്പോൾ ഞാൻ ഇതുവരെ 1,00,000 കിലോമീറ്റർ കഴിഞ്ഞു ഓടലുണ്ട്. ഇതുവരെ എനിക്ക് ഈ വണ്ടി ഒരു കംപ്ലയിൻറ്റ് മീൻസ് എൻജിൻ റിലേറ്റഡ് ആയിട്ട് കംപ്ലയിൻറ്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് നോർമലി ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുക, ബ്രേക്ക് ലൈനർ ചേഞ്ച് ചെയ്യുക, പിന്നെ ക്ലച്ചിൻ്റെ ബെൽറ്റ്, അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് അത് ഫ്രിക്ഷനായിട്ട് ഉള്ളത് കൊണ്ട് കൂടുതൽ നമ്മൾ എന്തെങ്കിലും അത് പീരിയാഡിക് ടൈമിൽ അങ്ങനെ കംപ്ലയിൻറ്റ്സ്, അതായത് മെയിൻ്റനൻസ് ചെയ്യലുണ്ട്. അത് നോർമൽ മെയിൻ്റനൻസ് ആണ്. അതല്ലാതെ നമുക്ക് എൻജിൻ റിലേറ്റഡ് ആയിട്ട് ഇതുവരെ ഇത്രയും കാലം ഓടിച്ചിട്ടും ഈ വണ്ടിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ്സ് വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണെങ്കിൽ മെയിനായിട്ട് 2 റീസണാണ് പറയാനുള്ളത്. ഒന്ന് റൈഡിങ് സ്റ്റൈലും, മറ്റേതെന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസും കൂടിയാണ്. ആദ്യത്തെ പോയിൻ്റ് നമ്മുടെ റൈഡിങ് സ്റ്റൈലാണ്. റൈഡിങ് സ്റ്റൈലിന് പറയാനുള്ള കാരണം എന്താണെങ്കിൽ, ഈ വണ്ടി കൂടുതൽ വേറെ ഒരാളും ഇതുവരെ ഓടിച്ചിട്ടില്ല. എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ 1,00,000 കിലോമീറ്റർ ഓടിയതിൽ ഏറ്റവും കൂടുതൽ ഒരു 90,000 കിലോമീറ്റർ അല്ലെങ്കിൽ മാക്സിമം ഒരു 92, 95,000 കിലോമീറ്റർ മാക്സിമം ഓടിച്ചത് ഞാൻ തന്നെയാണ്. ബാലൻസിൽ ഒരു 5,000 അല്ലെങ്കിൽ ഒരു 10,000 കിലോമീറ്ററാണ് എൻ്റെ ബ്രദറും അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറും അങ്ങനെ അവരൊക്കെ യൂസ് ചെയ്തിട്ടാണ് ബാലൻസിലെ കിലോമീറ്റർ ഓടിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഈ ഒരു വണ്ടീൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സ്കൂട്ടറായാലും ബൈക്കായാലും ഏത് വണ്ടിയിലായാലും റൈഡിങ് സ്റ്റൈലും പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു എക്കണോമിക് സ്പീഡ് ഉണ്ട്. അതായത് നമ്മൾ ഇതിൻ്റെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓവർലോഡ് കൊടുക്കാതെ നമ്മൾ സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കുക. അതായത് കൂടുതൽ ത്രോട്ടിൽ കൊടുക്കാതെ, കയറ്റങ്ങൾ പെട്ടെന്ന് ത്രോട്ടിൽ കൂടുതൽ കൊടുത്ത് വലിച്ച് കയറ്റാതെ അങ്ങനത്തെ നോർമൽ സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിക്കുക. ഒരു 40, 50, 60 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കാം മാക്സിമം. നമ്മളിപ്പോൾ അർജൻറ്റുള്ള സമയത്ത് സ്പീഡ് പോകേണ്ട സമയത്ത് പോവാം, പക്ഷെ അത് എന്നും സ്ഥിരമാക്കരുത്. ആവശ്യമുള്ള സമയത്ത് മാത്രം, സ്പീഡുള്ള സമയത്ത് മാത്രം സ്പീഡ് ഓടിക്കുക. അതല്ലെങ്കിൽ 40, 50 കിലോമീറ്റർ ആ ഒരു 60 കിലോമീറ്റർ റേഞ്ചിൽ മാക്സിമം നമ്മൾ സ്പീഡ് ഓടിക്കുകയാണെങ്കിൽ ഈ വണ്ടിക്ക് കൂടുതലും എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഈ വണ്ടി ഞാൻ ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ലൈറ്റ് കാണാം, ഒരു ബ്ലൂ കളറും ഗ്രീൻ കളർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അത് മാക്സിമം ഈ ഗ്രീൻ കളർ ആകുമ്പോൾ എൻജിനിലേക്ക് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ കൂടുതൽ ഫോഴ്സ്, അതായത് നമ്മൾ ഓവർലോഡ് എൻജിനിലേക്ക് പോകുന്നില്ല. അതിൻ്റെ പുറമെ ഇതിൻ്റെ ബ്ലൂ കളർ ലൈറ്റ് കത്തുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് എൻജിനിലേക്ക് ഓവർ പവറാണ്, അതായത് ഓവറായിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ആ ഒരു സമയത്ത് ബ്ലൂ കളറിൽ ഈ ലൈറ്റ് കത്തും. അപ്പോൾ നമ്മൾ മാക്സിമം ഗ്രീൻ കളർ ലൈറ്റിൽ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് എൻജിനിലേക്ക് കൂടുതൽ ഫോഴ്സ് പോവില്ല, പവർ കൂടുതൽ പോവാതെ നമുക്ക് ഒരു സ്മൂത്തായിട്ട് വണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. പിന്നെ ഈ റൈഡിങ് സ്റ്റൈലിൽ തന്നെ വേറൊരു കാര്യം എന്താണെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മാത്രമല്ല എൻ്റെ ബ്രദറും ഈ വണ്ടി ഉപയോഗിക്കലുണ്ട്. ചില സമയങ്ങളിൽ എൻ്റെ ഫ്രണ്ടും ഈ വണ്ടി യൂസ് ചെയ്യലുണ്ട്. ഫ്രണ്ട് മീൻസ് പാർട്ട്ണർ, മൂപ്പറും ഈ വണ്ടി ഉപയോഗിക്കാറുണ്ട്. ആ സമയങ്ങളിൽ ഈ പറഞ്ഞ ബാക്കിയുള്ള 2 വ്യക്തികളും വണ്ടി യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓവർ ത്രോട്ടിൽ കൊടുക്കാതെ ഒരു സ്മൂത്തായിട്ടാണ് വണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഈ കാര്യങ്ങൾ കൊണ്ടാണ് ഈ വണ്ടി ഇത്രയും കാലം ഇതുവരെ ഒരു എന്താ പറയുക, സൈലൻസറിൽ സ്മോക്ക് വരിക കൂടുതൽ, അതായത് നമ്മൾ വണ്ടി കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു സ്മോക്ക്, വൈറ്റ് സ്മോക്ക്, ബ്ലാക്ക് സ്മോക്കൊക്കെ വരുമല്ലോ, അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് ഇതുവരെ
ഈ വണ്ടിക്ക് ഇതുവരെ വന്നിട്ട് തന്നെ ഇല്ല. ഇങ്ങനത്തെ ഈ പറഞ്ഞ ഈ റൈഡിങ് സ്റ്റൈല് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എൻജിൻ ലൈഫ് മാക്സിമം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഘടകമാണ് ഇതിൻ്റെ മെയിൻ്റനൻസ്. നമ്മൾ വണ്ടി എത്രത്തോളം നല്ലമ്പോൾക്ക് കൊണ്ടു നടന്നാലും, അതായത് ഓവർ സ്പീഡ് പോവാതെ ഇങ്ങനെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസ് കറക്റ്റ് സമയത്ത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ടാവും. നമുക്ക് പുതിയതായിട്ട് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാറൻറ്റി, അതായത് 3 ഇയേഴ്സിൻ്റെ വാറൻറ്റിയും 60,000 കിലോമീറ്റർ, അതിൻ്റെ ഉള്ളിൽ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ വരികയാണെങ്കിൽ കമ്പനീൻ്റെ ഭാഗത്തു നിന്ന് റെക്ടിഫൈ ചെയ്ത് കിട്ടുമെന്നാണ് അവർ നമുക്ക് ഇത് ചെയ്യുന്നുണ്ട്, ഒരു വാഗ്ദാനങ്ങളൊക്കെ തരുന്നത്. പക്ഷേ ഈ വാഗ്ദാനങ്ങൾ പറഞ്ഞാൽ അത് ഫ്രിക്ഷൻ പാർട്സിനല്ല. ഫ്രിക്ഷൻ പാർട്സ് എന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ സൈഡിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരാണെങ്കിൽ അതിൽ ഫ്രിക്ഷൻ ഉള്ള ഭാഗങ്ങൾ, അതായത് ബ്രേക്ക് ലൈനർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം ആ വർക്കിനൊക്കെ. ഫസ്റ്റത്തെ 60,000 കിലോമീറ്റർ എനിക്ക് 3 ഇയേഴ്സ് വാറൻറ്റിയിൽ 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ 60,000 കിലോമീറ്റർ റീച്ച് ആയി കഴിഞ്ഞ്. അപ്പോൾ ആ റീച്ച് ചെയ്യുന്ന ആ 60,000 കിലോമീറ്റർ വരെ നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ അവരെ കമ്പനിയിൽ നിന്ന് ഫോളോ അപ്പ് ചെയ്യും സമയമായിട്ടുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് നമുക്ക് ഇത് ഓരോരോ 3,000 കിലോമീറ്റർ കൂടുന്നത് വരെ നമ്മൾ സർവീസ് ചെയ്ത് ഇതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 3,000 കിലോമീറ്റർ കറക്റ്റ് ഞാൻ ഇതിൻ്റെ ഓയിൽ എല്ലാ സമയത്തും, അതായത് ഒരു 3,000 തൊട്ട് 3,500 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 വർഷം കൊണ്ട് തന്നെ ഈ 60,000 കിലോമീറ്റർ റീച്ച് ആയി. പിന്നെ അതിന് ശേഷം ഞാൻ കമ്പനിക്ക് കൊണ്ടുപോയിട്ടില്ല. അതിന് ശേഷം ഞാൻ ചെയ്തതൊക്കെ എന്താണെങ്കിൽ പുറത്ത് നോർമൽ മെക്കാനിക്കലിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിയുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത്. അങ്ങനെ പുറത്ത് കൊണ്ടുപോയി ചെയ്തപ്പോഴാണ് മനസ്സിലായത് എന്താണെങ്കിൽ ഇതിൻ്റെ കമ്പനി സർവീസ് ടൈമിൽ തന്നെ ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു. എന്താണെങ്കിൽ പറയുകയാണെങ്കിൽ അത് എൻജിൻ റിലേറ്റഡ് ആയിട്ടല്ല, ഈ ഫ്യൂൾ സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഒരു ത്രോട്ടിൽ ബോഡി എന്ന് പറയും. അതായത് വണ്ടി മിസ്സിങ് ഇടയ്ക്ക് വണ്ടി ഓഫ് ആവുക, ആക്സിലേറ്റർ ലൈറ്റായിട്ട് വിട്ട് കഴിഞ്ഞാൽ തന്നെ വണ്ടി ഓഫ് ആവുക, അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് നമുക്കിത് 3 ഇയേഴ്സ് വരെ വാറൻറ്റി ഉണ്ട്, 60,000 കിലോമീറ്റർ വരെ വാറൻറ്റി. അതിൻ്റെ ഉള്ളിൽ സംഭവിച്ച ഒരു കംപ്ലയിൻ്റാണ്. പക്ഷേ ആ കംപ്ലയിൻറ്റ് സംഭവിച്ച സമയത്ത് നമ്മളിത് കമ്പനിക്ക് കൊണ്ടുപോയപ്പോൾ അവർ ഇത് അയച്ച് ക്ലീൻ ചെയ്യാണ് ചെയ്ത്. ത്രോട്ടിൽ ബോഡി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഇതും കൂടി ഉണ്ട്. നോർമലി അങ്ങനെ കംപ്ലയിൻറ്റ്സ് വരികയാണെങ്കിൽ വാറൻറ്റി ഉള്ള വണ്ടിക്ക് ഒരു ചേഞ്ച് ചെയ്താണ് തരല്. പക്ഷേ എൻ്റെ വണ്ടി അവർ എന്താ ചെയ്തതാണെങ്കിൽ അയച്ച് ക്ലീൻ ചെയ്യാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ കംപ്ലയിൻറ്റ്സ് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും കംപ്ലയിൻറ്റ്സ് റെക്ടിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിഷയമല്ല. പക്ഷേ ആ കംപ്ലയിൻറ്റ് പിന്നത്തെ സർവീസിലും അതേപോലെ ഒരു 1000 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ പിന്നെയും അതേപോലെ കംപ്ലയിൻറ്റ്സ് വരാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് കമ്പനി വാറൻറ്റി, അതായത് ഇതിൻ്റെ വാറൻറ്റി കഴിയാത്ത സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരാണെങ്കിൽ മാക്സിമം മാറ്റാൻ പറ്റുന്ന സാധനങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിക്കുക. അതല്ലാതെ അത് അയച്ച് നന്നാക്കാനുള്ള ഒരു പരിപാടിക്ക് നിൽക്കരുത്. അത് നിന്ന് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ സാധനം വാറൻറ്റിയിൽ ചെയ്തു തരില്ല. പിന്നെ അത് പുറമെ നമ്മൾ പൈസ കൊടുത്തിട്ട് ത്രോട്ടിൽ ബോഡി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റില്ല, ചുരുങ്ങിയത് ഒരു 3,000 4,000 ആ റേഞ്ചിലാണ് വരുന്നത്. അത് പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഈ കംപ്ലയിൻറ്റ് ഞാൻ ഈ പറയുന്ന 60,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു മിസ്സിങ് വരില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ഈ 60,000 കിലോമീറ്റർ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമുക്ക് കമ്പനിക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കമ്പനിക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു സർവീസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് 1000 രൂപേൻ്റെ പുറത്ത് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് 60,000 കിലോമീറ്റർ റീച്ച് ആയി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇത് വന്നിട്ട് സർവീസ് ചെയ്തൊക്കെ പുറത്ത് ഒരു മെക്കാനിക് ഷോപ്പ് കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അവിടെ അത്യാവശ്യം വർക്ക് അറിയാവുന്ന ആൾക്കാരുള്ളത് കൊണ്ട് ഒറ്റ പ്രാവശ്യം ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി അവിടെ നിന്ന് അയച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തതാണ്. അതിന് ശേഷം ഇതുവരെ ഒരു മിസ്സിങ്ങിന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിട്ട് തന്നെ ഇല്ല. ഇതുവരെ 40,000 കിലോമീറ്റർ ഓടി, എന്നിട്ടും ഈ വണ്ടിക്ക് അങ്ങനത്തെ മിസ്സിങ്ങോ കാര്യങ്ങളോ ഇതുവരെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഈ മെയിൻ്റനൻസിൽ തന്നെ അടുത്ത് പറയാനുള്ള കാര്യം എന്താണെങ്കിൽ 60,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതുവരെ ഞാൻ ഓരോരോ 3,000 കിലോമീറ്ററും ഒരു മെക്കാനിക്കുമാരുടെ അടുത്ത് കൊണ്ടുപോയി, പുറത്തുള്ള നോർമൽ മെക്കാനിക്കുമാരുടെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് ഇതിൻ്റെ സർവീസ് ചെയ്യൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മാക്സിമം ഇതിൻ്റെ ചിലവ് എന്ന് പറഞ്ഞാൽ ഒരു ഓയിലിൻ്റെ പ്രൈസ് മാക്സിമം ഓയിൽ മാറ്റാനേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും അയച്ച് ക്ലീൻ ചെയ്യുക, അതിന് ചെറിയൊരു എമൗണ്ട് വരലുണ്ടാവുള്ളൂ. ഒന്ന് ഹെയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക സ്പാർക്ക് പ്ലഗ് ഒന്ന് മാറ്റുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ.
മാക്സിമം ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റ് സമയത്ത് ഓരോരോ 3000 കിലോമീറ്റർ കൂടുന്തോറും ഇതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുക. അത് ഈ സ്കൂട്ടർ മാത്രമല്ല, ഏത് സ്കൂട്ടറായാലും 3000 കിലോമീറ്റർ ഓടുന്തോറും ചില കമ്പനിയിൽ 2500 അങ്ങനെ എന്തൊക്കെയുണ്ട്, 2500 3000 ഈ ഒരു റേഞ്ചിലാണ്. ഞാൻ ഈ വണ്ടി ചേഞ്ച് ചെയ്യുന്നത് 3000 കിലോമീറ്ററിലാണ്. അപ്പോൾ 3000 കിലോമീറ്റർ ആകുമ്പോൾ ഈ വണ്ടീൻ്റെ ഓയിൽ ഞാൻ കറക്റ്റ് സമയത്ത് ചേഞ്ച് ചെയ്യലുണ്ട്. അതുകൊണ്ട് ഇതുവരെ ഈ വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റ്സ് വന്നിട്ടില്ല. നിങ്ങൾ ചോദിക്കാം 3000 കിലോമീറ്ററിൽ എങ്ങനെ ഇത് കറക്റ്റ് നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോയി സർവീസ് ചെയ്യുന്നതിന്. എന്താണെങ്കിൽ ഇത് മെയിനായിട്ട് ഞാൻ ഈ വണ്ടി ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ലൈൻ വർക്കാണ് എനിക്ക് സ്പെയർ പാർട്സിൻ്റെ. അപ്പോൾ ലൈൻ വർക്ക് മാക്സിമം ഈ വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ഈ ഓൺലൈനിൽ ഞാൻ ഓയിൽ ഒരു 4-5 ക്യാൻസ് ഒന്നിച്ച് വാങ്ങിച്ച് വെക്കലാണ്. അപ്പോൾ ആ ഓയിൽ എൻ്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്ക് കിലോമീറ്റർ ആകുമ്പോൾ ആ ഇതും എടുത്ത് കൊണ്ടുപോയിട്ട് ഞാൻ മെക്കാനിക്കിൻ്റെ അടുത്ത് നിന്ന് ചേഞ്ച് ചെയ്യിക്കലാണ്. ഞാൻ ഈ വണ്ടിക്ക് യൂസ് ചെയ്യുന്ന ഓയിലാണ് ഈ ബ്രാൻഡഡ് ഓയിൽ, മൈ ടി വി എസ് എന്ന് പറയും ഈ ഓയിൽ. ഇത് വന്നിട്ട് ഒരു ടി വി എസിൻ്റെ പ്രോഡക്റ്റാണ്. ഇത് 10W30, ഈ വണ്ടിക്ക് 10W30 ആണ് വരുന്നത്. ഇത് MRP 370 റുപ്പീസാണ്. ഇത് ഞാൻ ഒന്നിച്ച് ബൾക്കായിട്ട് ഒരു 4-5 എണ്ണം ഒന്നിച്ച് ഓർഡർ ചെയ്തിട്ട് വാങ്ങുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു മാർജിനിൽ കിട്ടുന്നുണ്ട്. ഒരു ഏകദേശം ഒരു 250 ആ റേഞ്ച്, 250 260 ആ റേഞ്ചിലാണ് എനിക്ക് കിട്ടുന്നത്. അതായത് അവരെ സപ്ലൈ ഡെലിവറി ചാർജ് അടക്കമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഓയിൽ ഇപ്പോൾ ബാലൻസ് എൻ്റെ കയ്യിൽ ഒന്നാണ് ഉള്ളത്. ഇനിയിപ്പോൾ അടുത്ത് ഓർഡർ ചെയ്യണം. ഈ മൈ ടി വി എസ് അല്ലെങ്കിൽ MFC 2 പ്രോഡക്റ്റാണ് അവർ എനിക്ക് അയച്ചു തരുന്നത്. ഇപ്പോൾ ഇതുവരെ ഏകദേശം 60,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ ഈ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നത്. ഇത് ടി വി എസിൻ്റെ ഒരു ബ്രാൻഡഡ് ആയതുകൊണ്ട് ഈ മൈ ടി വി എസ് എന്ന് പറഞ്ഞാൽ MFC ആയാലും ടി വി എസിൻ്റെ ഒരു ബ്രാൻഡഡാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഒരു ധൈര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിൽ കുറേ ഓയിൽസ് ഉണ്ട്, ബ്രാൻഡഡ് ഹൈ ലെവലിലുള്ള ബ്രാൻഡഡ്സും ഉണ്ട്. അതേപോലെ ഡൽഹിയിൽ നിന്ന് റിഫൈൻ ചെയ്തിട്ട് നോർമൽ കുപ്പിയിൽ അടച്ച് റേറ്റ് കുറഞ്ഞ സാധനങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്കൂട്ടർ നോർമൽ അറിയാമല്ലോ, നിങ്ങൾക്ക് ഹൈ ലെവൽ ഓയിൽ, ഓവർ റേറ്റഡ് ഓയിൽ വാങ്ങിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ലോക്കൽ സാധനങ്ങൾ വാങ്ങിച്ച് ഒഴിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അതിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വാങ്ങിച്ചോളി. അപ്പം ഞാൻ അപ്പോൾ ഇത് പറയാൻ കാരണം, ഇതുവരെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഓയിൽസാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓയിൽ കത്തുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പുകേൻ്റെ പ്രശ്നമോ അങ്ങനത്തെ ഇതുവരെ എൻജിൻ കംപ്ലയിൻറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു ഉറപ്പിലാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. പിന്നെ ഈ ഓയിലിൻ്റെ ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് കറക്റ്റ് സമയത്ത് സ്പാർക്ക് പ്ലഗൊക്കെ ചേഞ്ച് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതേപോലെ ഓടിക്കുന്ന റൈഡിങ് സ്റ്റൈലൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വണ്ടിക്ക് കൂടുതൽ കംപ്ലയിൻറ്റ്സ് ഒഴിവാക്കാൻ പറ്റും. എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ കഴിയും. പിന്നെ നോർമലി ഞാൻ ഇങ്ങനെ ഈ ഓർഡർ ചെയ്തിട്ട് ഈ ഓയിൽ വാങ്ങിച്ച് വയ്ക്കുമ്പോൾ എനിക്ക് ഒരു ഓയിൽ ചേഞ്ചിന് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ ഇതിനൊരു 250 കൂട്ടാം. പിന്നെ ഓയിൽ ചേഞ്ചിന് ഒരു 50. ഓയിൽ ചേഞ്ചിന് നമുക്ക് സ്പാൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അയച്ച് ചേഞ്ച് ചെയ്യാനുള്ളൂ. അതല്ലെങ്കിൽ നോർമൽ നമ്മൾ ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു 50 റുപ്യ അത്രയൊക്കെ അത്രയ്ക്കൊക്കെ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ടോട്ടലി ഒരു 300 റുപ്യ കൊണ്ട് നമുക്ക് ഈ ഓയിൽ ചേഞ്ച് ഈ വണ്ടീൻ്റെയൊക്കെ ചെയ്ത് നമുക്ക് അതും 300 റുപ്യക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. നല്ലൊരു ബ്രാൻഡഡുള്ള ഓയിലാണ് നമുക്ക് വണ്ടിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള നമുക്കൊരു ധൈര്യം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് ഈ ആക്സസ് ന്യൂ മോഡൽ വണ്ടീനെ കുറിച്ച്, ഈ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടീനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ചെറിയൊരു ഓണർഷിപ്പ് റിവ്യൂ. അപ്പം മാക്സിമം വണ്ടി ശ്രദ്ധിച്ച് ഓടിക്കുക, കറക്റ്റ് സമയത്ത് മെയിൻ്റനൻസ് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ തന്നെ വണ്ടി കൂടുതൽ ലൈഫ് നമുക്ക് കിട്ടും. ഒരുവിധം ചെറിയൊരു നോളജൊക്കെ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് ഇതിനേക്കാളും കൂടുതൽ നോളജ് ഉള്ളവർ ഉണ്ടാവും. എന്നാലും എനിക്കറിയുന്ന നോളജ് ഞാൻ പറഞ്ഞു തന്നെന്നുള്ളൂ. അത് അറിയാത്തവരുണ്ടാവും, അപ്പോൾ അവർ അത് ഒന്ന് ഫോളോ ചെയ്തോട്ടെ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ സ്കൂട്ടറിൻ്റെ ഇലക്ട്രിക് വെർഷൻ ആയിട്ടുള്ള ഒരു വണ്ടീനെ കുറിച്ചിട്ടാണ് റിവ്യൂ കാണാൻ പോകുന്നത്. അതിൻ്റെ പ്ലസ് എന്താണ്, നെഗറ്റീവ്സ് എന്താണെന്നാണ് നമ്മൾ ആ വീഡിയോ. അത് എൻ്റെ വണ്ടി തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും, ഒരു ഓലേൻ്റെ
ഒരു റിവ്യൂ, ഓണർഷിപ്പ് റിവ്യൂ. അത് എടുത്തു കഴിഞ്ഞ് അതിൽ നിന്ന് ഇൻസ്പയർ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ വണ്ടി എടുത്തത്. പക്ഷെ അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ്. എത്ര കിലോമീറ്റർ ഇതുവരെ ഞാൻ ഓടിച്ചു, അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ്. അതിൽ എനിക്കിതുവരെ യൂസ് ചെയ്തതിൽ എന്തൊക്കെ എൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നാണ് ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.